എടി മറ്റന്നാളെ അച്ഛൻ വരുന്നു. സന്തോഷമായി. ഇതോടുകൂടി അമ്മ ഒതുങ്ങുമല്ലോ. നിനക്കെന്താ തോന്നുന്നത്? കറക്റ്റ് അല്ലേ? തന്നെ ഇത് തന്നെ പറഞ്ഞത്. തനിക്ക് സന്തോഷമായി കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് ഹാപ്പിയായി. എടി എടി ഒരു അടി നടക്കണം അവിടെ. സത്യം പറയാമല്ലോ, കാത്തിരുന്ന നിമിഷം. കുറച്ചും മുമ്പ് അച്ഛൻ വിളിച്ചപ്പോൾ ഇവിടെ എത്താറായെന്ന് പറഞ്ഞത്. പക്ഷെ മറ്റന്നാളെയാകും. നീ വല്ലതും കേൾക്കുന്നുണ്ടോ പറയുന്നേ? നീ വല്ലതും ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ എന്ന്? എന്തുപറ്റി? ഒന്ന് ദിനല്ലേ? എന്തുപറ്റി? ഇവിടെ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? എന്തുപറ്റി? എനിക്ക് പനിയാണോ? വയ്യേ? പനി പിടിച്ചോ? ചൂടുവെള്ളം കുടിക്കണോ? തന്നെ വിളിക്കണോ? ഹോസ്പിറ്റലിൽ പോണോ? നിനക്ക് വേണ്ട. തന്നെ വിളിക്കാതെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. അമ്മയില്ലല്ലോ. വിളിക്കാം. എത്ര ആയിരുന്നു പറഞ്ഞ പനി വെച്ചോണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലൊന്നും പോകണ്ട. നല്ല ചൂടുണ്ടല്ലോ. അതൊന്ന് ഉറങ്ങിയാ റെഡി ആവുന്നേ. അതെങ്ങനെ റെഡിയാവുന്ന? ഇത്രയും ചൂട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ തന്നെ വിളിക്കാം. തന്നെയാ തന്നെയാ തൊട്ട് നോക്കി. അവർക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. ടെമ്പറേച്ചറോ? പനിയുണ്ടെന്ന് തോന്നുന്നു. ആടാ നല്ല ചൂടുണ്ടല്ലോ. ആടി ഒന്നാമത് അമ്മയില്ല ഇവിടെ. നീ വാ, നമുക്ക് പോവാം. ഹോസ്പിറ്റലിൽ പോയാല് ഇനിയൊന്നും ഉറങ്ങിയാ റെഡി ആവും. ഉറങ്ങിയാലും ശരിയാവില്ല. നീ പറയുന്നത് എനിക്ക് പോവാൻ നോക്ക്. ഉറങ്ങിയാ മാറുന്നില്ല. നല്ല ചൂടുണ്ടത്. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ കൂട്ടി ഹോസ്പിറ്റലിൽ നീ വാ, ഞങ്ങൾ റെഡിയാൻ പോവാ. റെഡിയാ പോ. ഞാൻ റെഡിയാ. വാ. തന്നെയാണോ വീട്? ഇവനിത് എടുക്കുന്നില്ലല്ലോ. ഈ കോപ്പ് പോയി നോക്കാം. പൊട്ടത് എവിടെ? ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ സെറ്റപ്പ് ആയല്ലോ. ഇതന്നെയല്ലേ വീട്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നിക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയേക്ക. എടി മോശം. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. കാഞ്ഞു പോയാ? ദൈവമേ. ബ്രോ wake up bro. How to dump a body. ആവശ്യത്തിന് വിട്ടുകിട്ടില്ല. എന്തൊക്കെ എഴുതിയേക്കണേ? അവളെ വിളിച്ചാലോ? എടി എടി ഒരു ചെറിയൊരു കയ്യബദ്ധം പറ്റി. എന്താടി?
ഞാൻ നേരത്തെ ഫോൺ കട്ടിയതില്ലേ, നമ്മുടെ വീടിന്റെ ജനലിൽ കൂടെ ഒരു കള്ളൻ എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നാലെ പോയി ഒരു ഒറ്റ അടി അടിച്ചു അവന്റെ തലയ്ക്ക്. അവൻ ബോധം കെട്ട് വീടെന്നാ വിചാരിച്ചേ. പക്ഷെ എടി പ്രീത്തും ഇല്ല, അവരൊരു അനക്കും ഇല്ല. തട്ടിപ്പോന്ന തോന്നണ. എടി നീ അവരെ കൊന്നോ? എടി നീ കൂടെ അങ്ങനെ പറയലടി. എടി നീ ദൈവത്തോട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുകയായിരിക്കും നല്ലത്. എടി ഞാനിപ്പോ എന്താ ചെയ്യണ്ട? ഞാൻ ബോഡി ഡംപ് ചെയ്താലോ? എടി നിനക്ക് നിഖിലിനെ വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? നിഖിലിനെയോ? എടി അവൻ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എടി നീ അവന്റെ റിയാക്ഷൻ നോക്കിക്കൊണ്ടിരുന്ന എന്തായാലും നീ ജയിലിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ വല്ല ഹോസ്പിറ്റലിൽ എങ്ങാനും കൊണ്ടുപോകും. ആശുപത്രി? എടി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെ പറ്റും ചോദിച്ചാൽ ഞാൻ എന്തോ പറയും, തലക്കിടിച്ചെന്നോ? അത് ബാത്റൂമിൽ തെന്നി വീണതാന്ന് പറ. നീ മണ്ടത്തിന് പറയല. ഞാൻ എന്ത് ചെയ്യും? നിഖിലെടുത്ത് പറയാമല്ലേ? എടി അതെ, എനിക്ക് അർജന്റ് ആയിട്ട് കോൾ വരുന്നുണ്ട്, ഞാൻ വിളിക്കാവേ. സമയത്ത് നിഖിലിനോട് പറയാം. കൗണ്ട് ഇല്ല, പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, പിന്നെ ബ്ലഡും ഇല്ല. രൂപ 5500 അടക്കും. ഈ കഴിക്കുന്നതൊക്കെ എങ്ങോട്ട് പോണെന്നോ എന്തോ. ബില്ല് എത്രയെന്ന് അറിയാവോ? ആകെ ഉണ്ടായിരുന്ന പൈസ അതും പോയി. അല്ല, നമുക്കേ പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. ജോലിയുടെ കാര്യം എന്തെങ്കിലും നോക്കണ്ടേ? നിനക്ക് ഒരു ബാംഗ്ലൂരിൽ ജോലി നോക്കിക്കൂടെ? ഇല്ല, ഞാനും ഇതൊക്കെ ആലോചിച്ചു. നമ്മളെ രണ്ടുപേരുടെയും കയ്യില് നീ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്തു പറ്റി? നിഖിലേ, നിഖിലേ, ആ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയ്, എന്തു പറ്റി? നിങ്ങൾ വന്നേ. എവിടെ? എന്താണ്? വാ. എന്താണ്? അതെ, എന്താണ്? നിഖിലേ, അതെ, എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. അപ്പോ അവൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. എന്താ പറ്റും? അവളെ വീട്ടില് ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ഒരുത്തം വന്ന് ജനലിൽ കൂടെ ഒത്തു നോക്കുന്നത് കണ്ടപ്പോ ഇവള് വേഗം ഒരു വടിയെടുത്ത് അവൻ തലക്കടിച്ചു. തലക്കടിച്ചപ്പോ അവൻ ബോധം കിട്ടു വേണം. അവൾ ആദ്യം വിചാരിച്ചത് അവൻ ബോധം കിട്ടുന്ന, പക്ഷെ പിന്നെ നോക്കിയപ്പോ അവന് ശ്വാസവും ഇല്ല, അനക്കവും ഇല്ല. എടാ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവൾ എന്താ ചെയ്യാ? അവളൊന്നും ചെയ്യണ്ട, അവളുടെ ഒരു തീരുമാനമായി. നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നീ വന്നേ ഇങ്ങോട്ട്. അല്ല, അങ്ങനെയല്ല. അവൾ എന്റെ ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ടാ. എനിക്ക് അവളെ സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അതറിയില്ലേ, ലീഗലി അവരുടെ കൂടെ, അതായത് കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് അവര് കുറ്റക്കാരാവും. അതുകൊണ്ട് ഒന്നും മിണ്ടായിരിക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുക, വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടിരുന്നു. ആവശ്യത്തേക്കുള്ള പ്രശ്നം ഇടണം. നിക്ക്, ഒന്നും ആലോചിക്കണ്ട, നീ വന്നേ. അതെ, ഒരു കാര്യം പറയട്ടെ. എന്നാലും അതുണ്ടായത് വേറെ എവിടെയല്ല, ഇവിടെ നമ്മുടെ വീട്ടിലാ. ഞാനാ തലക്കടിച്ചു വീഴ്ത്തിയ. ഇവിടോ? നീ തലക്കടിച്ചു വീഴ്ത്തിയ? എന്നിട്ട് ഡെഡ് ബോഡി ഉള്ളിലുണ്ട്. ഉള്ളിലെവിടെ? നിന്റെ കട്ടിലടിയിൽ. എന്റെ കട്ടിലിനടിയില്ല? ദൈവമേ, ഇതെങ്ങനെ ഈ അവസ്ഥയിൽ നീയും കൂടെ ബോധമില്ല. ദൈവമേ, എടാ